നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. I want to greet all of you in the precious name of our Lord and Savior Jesus Christ. Once again, God is enabling us to come together in this manner to worship our God. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശേഷിച്ച് ഞങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ യാത്രയിലായിരുന്നു. ക്ഷേമത്തോടെ കടന്നു ചെന്ന് ക്ഷേമത്തോടെ അവിടെയായിരുന്നു ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. അതുപോലെ നമ്മുടെ പല പ്രിയപ്പെട്ടവരും, പ്രിയ റിജി, അതുപോലെ യാക്കു, അവർക്കൊക്കെയും കടന്നു വരുവാൻ തക്കവണ്ണം ഇവിടെയായല്ലോ. അതുപോലെ ഇപ്പോഴും യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയുസ്സിൽ കർത്താവ് ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ എണ്ണത്തിൽ വളരെ കുറവാണ്. ഹല്ലേലൂയ. എന്നാൽ സാധാരണ വരുന്നവരും നമ്മുടെ മധ്യത്തിലില്ലല്ലോ. അവരൊക്കെയും ആയിരിക്കുന്നിടത്ത് കർത്താവ് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ കർത്താവ് നൽകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ പാടിയതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ, നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് പോലെ ഹല്ലേലൂയ എന്തിനു വേണ്ടിയാ? നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധ്യനായ ദൈവത്തിൻ്റെ പാദപ്രത്യങ്ങളിലേക്ക് കടന്നു വന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥനയിൽ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ഇനി ഈ 2024 എന്ന് പറയുന്നതായ ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുവാൻ വെറും 8-9 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. 22-ാം തീയതി, ഡിസംബർ 22-ാം തീയതിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഹല്ലേലൂയ വീണ്ടും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ, ഈ വർഷം കഴിയുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ കർത്താവ് പിന്നെയും നൽകി സഹായിക്കേണ്ടതിന് പുതിയ തീരുമാനങ്ങളോട്, പുതിയ പ്രതിഷ്ഠകളോട്, പുതിയ ചിന്തകളോട്, പുതിയ ആഗ്രഹങ്ങളോട് നമുക്ക് പുതിയൊരു വർഷം കർത്താവ് നമുക്ക് നൽകുന്നുവെങ്കിൽ ആ ഒരു നല്ല നിലയിലേക്ക് നമ്മെ കർത്താവ് നടത്തേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥനയോട് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ചർച്ചിലായിരുന്നതായ പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം കർത്താവ് ഭദ്രമായി പരിപാലിച്ചുവല്ലോ. നമ്മുടെ പരസ്പരമുള്ളതായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു, കോട്ടയായിരുന്നു, സപ്പോർട്ടായിരുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കും, അതുപോലെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കും എല്ലാം കർത്താവ് കൃപ ചെയ്തല്ലോ. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നതായ സപ്പോർട്ടിങ് ശക്തി എന്ന് പറയപ്പെടുന്നത്. ദൈവാത്മായ കർത്താവിൻ്റെ ആത്മാവിൻ്റെതായ ശക്തി എന്നിലേക്ക് നിങ്ങളിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും സഹകരണവും ഹല്ലേലൂയ ഓർത്ത് ഹല്ലേലൂയ പരസ്പരം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യം തന്നെയാണ്. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പൽക്കാലം അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 29 ഒന്ന് വായിക്കാമോ? Praise the Lord. Hallelujah. One of you please read that in English too. Amen. Praise the Lord. For he taught them as one having authority and not as the scribes. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ഇന്ന് അല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്ന് ചോദിച്ചാൽ, ദി അമേസിങ് അതോറിറ്റി ഓഫ് ജീസസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ അത്ഭുതകരമായ അധികാരത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിപ്പാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ പഠിപ്പിക്കലുകൾ നമ്മൾ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ അധികാരം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ അത്ഭുതങ്ങളിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ പഠിപ്പിക്കലുകളിലെല്ലാം
പ്രകടമായിരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. Praise the Lord. The authority of Jesus was evident in his teaching, miracles, and how he led his disciples. The authority, hallelujah, the authority that he had it was not inherited, amen, hallelujah, it was not or assumed, because he used that authority because he is God. ഹല്ലേലൂയ. ദൈവമായി കർത്താവ് ഉപയോഗിച്ചതായ അധികാരമെന്ന് പറയുന്നത് തനിക്ക് ലഭിക്കപ്പെട്ടതോ അല്ലെങ്കിൽ തനിക്ക് പാരമ്പര്യമായി ലഭിച്ചതോ അല്ല. ഹല്ലേലൂയ. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ദൈവമായ കർത്താവ് ഈ ലോകത്തിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ അധികാരമുള്ളവനായിട്ട് സംസാരിച്ചത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് ആരായിരുന്നു? ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവമായ കർത്താവിൻ്റെതായ സാന്നിധ്യം, ഹല്ലേലൂയ, ഇന്ന് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ആ ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഈ ദൈവമായ കർത്താവ് ആരാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. It is also to, amen, hallelujah, remember who our God is. Hallelujah. അത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ പോയിന്റായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷയം എന്നത് ചോദിച്ചാൽ, hallelujah, the authority of our Jesus in his teaching. Hallelujah. The authority of Jesus in his teaching. Hallelujah. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ പഠിപ്പിക്കലുകളിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ നോക്കുമ്പോൾ അധികാരമുള്ളവനായിട്ട് എത്രയും അവൻ സംസാരിച്ചത്. അതാണല്ലോ നമ്മൾ വായിച്ചത്. അവൻ അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല നമ്മുടെ കർത്താവ് സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രന്മാരെന്ത് പഠിപ്പിച്ചു? അവരും ന്യായപ്രമാണം പഠിപ്പിച്ചു. They also taught the, amen, hallelujah, the law of the Lord. Hallelujah. But they are, amen, they got the knowledge out of their education, out of their knowledge. Hallelujah. They got all these sources from reading or, amen, from other teaching. Hallelujah. But God, when Jesus said, when Jesus was teaching, hallelujah, the law, hallelujah, he himself is the law. ഹല്ലേലൂയ. ദൈവമായിരിക്കുന്ന, നിയമമായിരിക്കുന്ന കർത്താവ് തന്നെ, ഹല്ലേലൂയ, കടന്നു വന്ന് പഠിപ്പിക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതായ കാര്യമാണ് എനിക്കിവിടെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്. നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 28-29 വാക്യത്തിൽ ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ എന്ത് ചെയ്തു? അവർ വിസ്മയിച്ചു. അതാണ് നമുക്ക് കാണുവാൻ. They were amazed. Yeah, therefore everyone who hears these words എന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു വരുമ്പോൾ, amen, when Jesus had finished saying these things, the crowds were amazed at his teaching. Praise the Lord. Why these crowds were amazed in his teaching? Praise the Lord. Hallelujah. അധികാരമുള്ളവനായ കർത്താവ് ഇവിടെ സംസാരിക്കുകയാണ്. Praise the Lord. അധികാരം, അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ വണ്ടി ഓടിക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല രീതിയിലുള്ളതായ നിലയിലാണ് വണ്ടി ഓടിക്കുന്നത്. നാട്ടിലെ സംബന്ധിച്ചോളം, ഹല്ലേലൂയ, ഞാൻ ഓർക്കുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ നിലയിൽ അവരുടെ റൂള് ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ വലിയ സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നെന്ന് തോന്നുന്നു. എന്നാൽ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഓരോരുത്തരുടെ രീതിയിൽ ഏത് വഴിയും വഴിയില്ലാത്തടത്തും വഴി ഉണ്ടാക്കി തന്നെ പോവുക, അല്ലേ? അങ്ങനെയാണ് നാട്ടിലെ വണ്ടി ഓടിക്കുന്നത്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹല്ലേലൂയ, എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇനി അത് പറഞ്ഞിട്ട് പുറകിൽ ഒരു ലൈറ്റ് ഇട്ടിട്ട് ഒരു പോലീസ് വന്നു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ സമയമില്ല, എനിക്കിപ്പോൾ നിർത്താൻ മനസ്സില്ല എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുമോ? അപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിൽ പാനിക്കാവും. എന്തിനു വേണ്ടിയാണ് എന്നെ പിടിച്ചത്? എന്തിനാണ് വേണ്ടി പിടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇതിനു മുമ്പേ ഇതുപോലെയുള്ളതായ കാറ് അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് പുറകിൽ വന്നതിനൊരു കാരണമുണ്ട്. എന്തോ അപാകത എന്നിലും നിങ്ങളിലും കണ്ട് അധികാരമുള്ളവനാണ് ലൈറ്റ് ഇട്ടേ. അധികാരമുള്ളവൻ ലൈറ്റ് ഇട്ടു, അതുകൊണ്ടാണ് നമ്മൾ പാനിക്കായത്.
ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതായ കാര്യം ഇതാണ്. ഹല്ലേലൂയ. അധികാരമുള്ളവൻ. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണ്? അധികാരമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം, അഖിലാണ്ടത്തെ മൊത്തം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം അധികാരമുള്ളവനായ യേശു, when he said let there be, when he said that all these came, all these things, all this, universal body came into existence because of his authority. Praise the Lord. Hallelujah. ഇതെല്ലാം ഇല്ലായ്മയിൽ from out of nothing all these things came into existence. Hallelujah. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൽക്കാലം എന്നെയും നിങ്ങളെയും കാണുന്ന ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവജനമേ, എനിക്കുള്ള നിങ്ങൾക്കുള്ള വിഷയങ്ങളുടെ മുമ്പിൽ, whatever the things that you face today, whether that is a problem, whether that is a sickness, whether that is a, hallelujah, opposition, whether that is a pain, whether that is a sickness, whatever you can call or can name them, hallelujah. But remember, hallelujah, when God is with us, hallelujah, He is there with us with His, authority. ദൈവമായ കർത്താവിൻ്റെതായ അധികാരത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ കർത്താവായിരിക്കുന്നത്. ഇത് കർത്താവിൻ്റെതായ പഠിപ്പിക്കലുകളിൽ പ്രകടമായിരുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, അത് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല. Praise the Lord. ഇത് വൽക്കാൽ ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നമ്മൾ ദൈവമായി കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ്, ഹല്ലേലൂയ, അതിനെ മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലനായ പത്രോസ് കർത്താവിനോടൊരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ഉം 69-ഉം വാക്യം വായിക്കാമോ? John's Gospel 6 verse 68 and 69. അതെ, അടുത്ത വാക്യം കൂടെ. നോക്കിക്കേ, അവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് അവൻ മനസ്സിലാക്കിയിട്ട്, അധികാരമുള്ളവനായ കർത്താവിൻ്റെതായ പഠിപ്പിക്കൽ മനസ്സിലാക്കിയിട്ട് പത്രോസ് പറയുന്നതായ ഒരു കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. Simon Peter answered him, Lord, to whom shall we go? You have the words of eternal life. We have come to believe and to know that you are the Holy One of God. Praise the Lord. And we realize that ye have the authority. Hallelujah. We acknowledge ye have the authority. We know that ye have the authority. Hallelujah. That's why he's asking this question, Lord, to whom shall we go? Praise the Lord. Hallelujah. ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ നിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിയില്ല. അങ്ങ്, ഹല്ലേലൂയ, അധികാരമുള്ളവനാണ്. Praise the Lord. ഇന്ന് നമ്മൾ ഇന്ന് വൽക്കാലം ഈ സാങ്ച്വറിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഏത് വിഷയത്തിന് മുമ്പിലും, ഹല്ലേലൂയ, നിങ്ങൾ പതറുന്നുണ്ടായിരിക്കാം. You may be going through panic situation, but today, let me tell you today, hallelujah, when God arrives, hallelujah, when God speaks, His word, hallelujah, out of His mouth, hallelujah, when He talks to us, hallelujah, He speaks to us with authority. ഹല്ലേലൂയ. അവിടെ നമുക്കതാണ് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെതായ പഠിപ്പിക്കലുകൾ നമ്മൾ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, അത് സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ, അത് മാത്രമല്ല ഹൃദയങ്ങളെ തുളച്ചു കയറുന്നതായ വ്യക്തതയോടുകൂടെ വെളിപ്പെട്ട് നമ്മുടെ കർത്താവിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുവാൻ തക്കവണ്ണം ദൈവപുത്രൻ്റെ അധികാരത്തിന് കഴിയും. Praise the Lord. Hallelujah. കർത്താവ് ഇത് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, വളരെ ഉറപ്പോടുകൂടിയാണ് സംസാരിക്കുന്നത്. Praise the Lord. എന്നാൽ ആ ഉറപ്പ് കേൾക്കുന്നതായി നമുക്കുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിച്ച് ദൈവവചനം നമ്മൾ കേൾക്കുന്നവര്, ഹല്ലേലൂയ. എന്നാൽ ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അതോറിറ്റി ഉള്ളവനാണ് എന്ന് നമുക്ക് ഒരു പൂർണ്ണ ബോധമുണ്ടോ? Praise the Lord. Do we have that confidence that we are worshiping a God, the God, hallelujah, one who has the authority, amen, over our situation, over our problem, hallelujah, over our, hallelujah, whatever the things, the condition where we go through, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും അധികാരമുള്ളതായ ഒരു യേശുവിനെയാണ് ഞാൻ പിൻപറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ ഗിരിപ്രഭാഷണം നമ്മൾ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഈ വാക്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പ്രമാണങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ കേട്ടറിവുകൊണ്ടല്ല. ഹല്ലേലൂയ, കർത്താവ് പറയുകയാണോ, നിങ്ങളോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനോ ഇത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവജനമേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകണം. നമ്മുടെ ദൈവം അധികാരമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He has the authority. ഹല്ലേലൂയ. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കമുള്ളതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, the authority of Jesus over demonic forces. The authority of Jesus over the demonic forces. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 33 മുതലുള്ളതായ വേദഭാഗത്തിൽ, ലൂക്ക് ചാപ്റ്റർ 4 verse 33 onwards, അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അവിടെ പള്ളിയിൽ വായിച്ചോ? ആ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ പള്ളി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയപ്പെടുന്നത്? സിനഗോഗാണ്. ദൈവത്തെ ആരാധിക്കുവാനും ദൈവപ്രമാണം കേൾക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയും കടന്നു വരുന്നതായ ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. എ സിനഗോഗ്, ആമേൻ, a place of worship. They're gathering together to worship, to hear the word of God. To have fellowship. Hallelujah. To give the respect to the Lord. Hallelujah. But here we see in the synagogue there was a man possessed by a demon, an impure spirit. He cried out at the top of his voice, "Go away! What do you want with us, Jesus of Nazareth? Have you come to destroy us? I know who you are, the Holy One of God." Hallelujah. Then when we come to the 35th verse, says, our Lord is saying to the evil spirit, "Be quiet." Jesus said sternly, "Come out of him." Then the demon threw the man down before them all and came out without injuring him. Praise the Lord. And the next verse says, all the people were amazed. Even the demon spirit. Hallelujah. ആമേൻ. ആരാധനയ്ക്ക് കടന്നു വന്നവരാണ്, കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാൻ കടന്നു വന്നതാണ്. ഹല്ലേലൂയ. എന്നും വന്നതുപോലെ വന്നതാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ, ഹല്ലേലൂയ, ഈ വ്യക്തി അന്ന്, ഹല്ലേലൂയ, എന്നാൽ അന്ന് അവൻ കടന്നു വന്നതായ വേളയിൽ അധികാരമുള്ളവൻ ആരാധനയ്ക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു.
Praise the Lord. Hallelujah. Like usual gathering, he came to that synagogue as usual. But on that particular day, hallelujah, there was the man, there was the God, the Son of God, one who had the authority. He was present on the other synagogue. Hallelujah. In the Valkala and the Kalkana Devadanave, hallelujah. Rando Munever, Yenda Namatil Kudi Verendoke, Devatinda Vajanamanda, Devatinda Vaktatamanda, hallelujah. Nana Vadamathetilunda, whenever 2 or 3 gather in my name, I am there in your midst. Praise the Lord. Hallelujah. When you say, when you acknowledge the presence of God, you have to remember, hallelujah, the God, one who have the authorities here. Amen. In the Palkalim, Yatravarka, the Visosikuan, the Kabanagari, Hallelujah, Adigaravan, Hallelujah, Namesagai Kiva, Namada Avashangal Arina, Namada Avasagal Arina, Kartab, Namada Machetelunda. Praise the Lord. Hallelujah. In the Balkalam, hallelujah, Ningale Valla, the Vesami pick in the Prasanangal and the Neanangilum. എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ എൻ്റെ കർത്താവ് എഴുന്നേറ്റിട്ട് ഹല്ലേലൂയ here we see be quiet hallelujah come out of him എന്ന് പറഞ്ഞ മാത്രയിൽ അവിടെ പറയുന്നിങ്ങനെ മിണ്ടരുത് അവനെ വിട്ടു പോക എന്ന് അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവൻ കേടുവരുത്തുമെന്ന. ആമേൻ. നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് അവൻ എന്നെയും നിങ്ങളെയും ഇല്ലാതാക്കുമെന്ന്, നമ്മെ ചിലപ്പോൾ ഹല്ലേലൂയ നാറ്റിച്ചു കളയുമെന്ന്, ഇല്ലാതാക്കി കളയുമെന്ന്, അവൻ നമ്മെ അസഹ്യപ്പെടുത്തുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എനിക്ക് ദൈവകൃപയിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ അധികാരമുള്ളവൻ ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യത്തിലാകുന്ന Praise the Lord. Hallelujah. അധികാരമുള്ളവൻ നിന്നുകൊണ്ട് പറയുകയാണ് ഹല്ലേലൂയ വിട്ടുപോ. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ കുടുംബങ്ങളെ അലട്ടുന്ന, ജീവിതത്തെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ കർത്താവ് എഴുന്നേൽക്കട്ടെ. അവനെ എഴുന്നേറ്റ് പറയട്ടെ ഹല്ലേലൂയ വിട്ടുപോ. Praise the Lord. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ അതേപോലെ തന്നെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. Marcos, when you come to the 5th chapter of Mark, chapter 5, hallelujah, അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. നമുക്കറിയാം hallelujah അവനും പറയുന്നതായ കാര്യം എന്താണെന്നറിയാമോ? Hallelujah, the man lived in the tomb, hallelujah, and no one could bind him anymore, hallelujah, I mean not even with a chain. I mean ചങ്ങല കൊണ്ടുപോലും നാട്ടുകാർക്ക്, വീട്ടുകാരെ നമ്മൾ മാറ്റിവെക്കേ, നാട്ടുകാർക്ക് പോലും അവനെ അടക്കുവാൻ തക്കവണ്ണം കഴിയാത്തൊരവസ്ഥ. Praise the Lord. Hallelujah. Amen. Amen. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ യേശുവിനെ കണ്ട മാത്രയിൽ the 6th verse അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനോട് നമസ്കരിച്ചു. പറയുകയാണ് അവൻ ഉറക്കെ നിലവിളിച്ച് യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത്. Praise the Lord. When he saw Jesus from a distance, he ran and fell on his knees in front of him. He shouted at the top of his voice, what do you want with me, Jesus, Son of Most High? In God's name, don't torture me. So he was scared of Jesus. The demon possessed man. Hallelujah. Amen. Hallelujah. അവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ അമേൻ ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ അനേക ആയിരങ്ങൾ ഹല്ലേലൂയ അമേൻ അവന്റെ ജീവിതത്തിൽ ഭൂതങ്ങളായിട്ട് കുടിയേറിയിരിക്കുകയായിരുന്നു.
Praise the Lord. Hallelujah. എന്നാൽ ആ ആയിരങ്ങൾ യേശുവിനെ കണ്ടിട്ട്, അധികാരമുള്ളവനെ കണ്ടിട്ട്, എന്നെ ഞങ്ങളെ ടോർച്ചർ ചെയ്യരുത്, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറയുന്നതായ നിലയായിരുന്നു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അധികാരം. എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഇതാണ്. ഹല്ലേലൂയ. അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, അവൻ ഉറക്കെ പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൂരത്തുനിന്നോട് പറയുകയാണ്, ആമേൻ, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവമായ കർത്താവ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും രക്ഷിപ്പാനാണ്. ഹല്ലേലൂയ. ഇന്ന് വൽക്കാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ്, ഹല്ലേലൂയ, ആ മനുഷ്യനെ, ഹല്ലേലൂയ, ആ ഭൂതഗ്രസ്തനെ രക്ഷിച്ചതായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. Hallelujah. God, Jesus, hallelujah, Jesus himself freed this man, hallelujah, out of this possession of this evil spirit. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ഇന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല, നേരെ ചിന്തിക്കുവാൻ കഴിയുന്നില്ല, നേരെ പ്രവർത്തിപ്പാൻ കഴിയുന്നില്ല, ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ദൈവമേ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിഷമിച്ച് കരയുന്ന ദൈവജനമേ, വിഷമിക്കുന്നതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാൻ തക്കവണ്ണമുള്ളതായ വിഷയമെന്ന് ചോദിച്ചാൽ, നമ്മെ അലട്ടുന്നതായ ഏത് സാഹചര്യത്തിന്റെ മുമ്പിൽ അവൻ അധികാരമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ, അധികാരമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവൻ ദൈവത്തിന്റെ വചനം ആ മേഖലകളിൽ പ്രവർത്തിക്കും. Praise the Lord. Hallelujah. മൂന്നാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, the authority of Jesus over the nature. ഹല്ലേലൂയ. നമുക്കറിയാം, വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, Matthew chapter 8 verse 23 to 27. അവിടെ നമ്മൾ വായിക്കുന്നത്, we know the story. ഹല്ലേലൂയ. അവിടെ നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വായിച്ചാട്ട് ആമേൻ. Amen. Praise the Lord. Hallelujah. ഇതാണ് നമുക്കറിയാവുന്നതായ വിഷയം. എന്താണ് അവിടെ പറയുന്നത്? Hallelujah. Then he got into the boat and his disciples followed him. Suddenly a furious storm came upon the lake, so that the waves swept over the boat. But Jesus was sleeping. The disciples went and woke him, saying, Lord, save us. We are going to drown. He replied, you of little faith, why are you so afraid? Then he got up and rebuked the winds and the waves, and it was completely calm. Praise the Lord. Then these men were amazed and asked, what kind of man is this? Even the wind and the waves obey him. Praise the Lord. ദൈവമേ, എന്താ അവിടെ ഓർപ്പിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പിൽ എന്താണ്? ആമേൻ. ഹല്ലേലൂയ. പ്രകൃതി പോലെ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, ആമേൻ, അനുസരിക്കും. നമ്മൾ എത്രയോ ആമേൻ കഥകൾ അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് അല്ലെങ്കിൽ സംഭവകഥകൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചതായ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്നതായ സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ഭയങ്കര മഴയോ പ്രതീക്ഷിച്ചതായ സമയത്ത്, ഹല്ലേലൂയ, ഈ പന്തലിൽ മാത്രം മഴ പെയ്യാതെ ബാക്കി ചുറ്റുമുള്ളതായ സ്ഥലങ്ങളിൽ മഴ പെയ്ത് ഭയങ്കര മഴ പെയ്തിട്ടും ഈ പന്തലിൽ മാത്രം മഴ പെയ്യാതിരിക്കുന്ന, ആ ചുറ്റുപാടിൽ മാത്രം മഴ പെയ്യാതിരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെതായ സാരമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, അന്തരീക്ഷത്തെ പോലും, ഹല്ലേലൂയ, ദൈവമായി കർത്താവോട് ഓർപ്പിക്കുന്നത്, പ്രകൃതിയെ പോലും, ആമേൻ, പ്രകൃതിയെ പോലും
പോലും അവൻ തൻ്റെ പരിധിക്കുള്ളിൽ, തൻ്റെ അധികാരത്തിനുള്ളിൽ കൊണ്ടുവന്ന് നമ്മെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം. Praise the Lord. Hallelujah. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, hallelujah, സാഹചര്യം അവിടെ ഉള്ളതുപോലെ അല്ല ഇവിടെ എന്ന് നിങ്ങൾ ഒരിക്കലും പറയണ്ട. അവിടെയുള്ള ദൈവം തന്നെയാണ് ഇവിടെയും. Praise the Lord. ഇവിടെയുള്ള ദൈവം തന്നെയായിരുന്നു അവിടെയും. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ട് നമ്മൾ പാടുന്നല്ലോ, ആദിമ നൂറ്റാണ്ടിലെ അനുഭവം, ഹല്ലേലൂയ, അതുപോലൊരു അനുഭവം കർത്താവേ എനിക്ക് നൽകണമേ നമ്മൾ പാടാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് മാറ്റമില്ല, നമ്മുടെ ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ആ ദൈവം അന്നും ഇന്നും എന്നും ഒരേപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രകൃതിയെ, ഹല്ലേലൂയ, അവൻ നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ കാനായിൽ നടന്ന സംഭവം. ഹല്ലേലൂയ. കാനായിലെ ആ കല്യാണ വീട്ടിൽ നടന്നത് എന്താണ്? ഹല്ലേലൂയ. പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി. പ്രകൃതി, അവൻ പ്രകൃതിയിലെ ഒരു സാധനമാണല്ലോ, ഒരു സംഗതിയാണല്ലോ വെള്ളം എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. അതിനെ കർത്താവ്, ഹല്ലേലൂയ, അതിനെ വീഞ്ഞാക്കി മാറ്റി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന്, ഹല്ലേലൂയ, അവൻ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. Praise the Lord. പ്രകൃതിയെ അനുകൂലമാക്കി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അവൻ കൊടുങ്കാറ്റിന്റെ മുമ്പിൽ പരിഭ്രാന്തരായ, ഹല്ലേലൂയ, ഈ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പ്രകൃതിയുടെ ഉടമസ്ഥനായ കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ പ്രകൃതി അടങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, കർത്താവ് പ്രകൃതിയെ അടക്കുവാൻ തക്കവണ്ണം ശക്തനാണ്. Praise the Lord. Praise the Lord. Praise the Lord. അടുത്തത് സമയം പോകുന്നത് കൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ മറ്റൊരു ശക്തിയാണ് the authority of Jesus in forgiving sins. ഹല്ലേലൂയ. പാപങ്ങൾ ക്ഷമിക്കുന്നതിൽ യേശുവിൻ്റെതായ അധികാരം. പാപങ്ങൾ ക്ഷമിക്കുവാൻ ആർക്കാണ് അധികാരമുള്ളത്? കർത്താവിന് മാത്രം, ദൈവത്തിന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിന് ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം എന്ന് പറയുന്ന മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5 മുതലുള്ളതായ വേദഭാഗമാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, ഒരു പാരലിറ്റിക്കായിട്ടുള്ള ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ആ പക്ഷപാതക്കാരൻ്റെതായ റൂട്ട് കോസ്, അതിൻ്റെതായ റീസൺ എന്തെന്ന് മനസ്സിലാക്കിയ കർത്താവ്, ഹല്ലേലൂയ, ഡയഗ്നോസിങ്, ഹല്ലേലൂയ, ട്രീറ്റ്മെന്റ് എല്ലാം കർത്താവ് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കി. ഹല്ലേലൂയ. അവൻ ഒറ്റ നോട്ടത്തിൽ, ഹല്ലേലൂയ, അവൻ കടന്നു വന്നപ്പോൾ അവനെ കണ്ട മാത്രയിൽ തന്നെ, ഹല്ലേലൂയ, എല്ലാം കർത്താവ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, സൺ, യുവർ സിൻസ് ആർ ഫോർഗിവൻ. ഹല്ലേലൂയ. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അടുത്ത് നമ്മൾ വായിക്കുന്നത് എന്താ? ഹല്ലേലൂയ. അവൻ നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടന്നു പോക. Praise the Lord. അവനെ ഇതുവരെയും, ഹല്ലേലൂയ, ഈ അവസ്ഥയിലാക്കിയത് അവന്റെ പാപമായിരുന്നു. Praise the Lord. ഹല്ലേലൂയ. അവനെ ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് അവന്റെ പാപമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം പാപത്തെ പരിഹരിക്കുവാൻ, പാപത്തെ ക്ഷമിക്കുവാൻ കഴിവുള്ള ക്രിസ്തു, ഹല്ലേലൂയ, അതുമാത്രമല്ല പാപത്തെ ക്ഷമിച്ചു തരുവാൻ അധികാരമുള്ളവനായ ക്രിസ്തു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇന്ന് ആരാധിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ, ഹല്ലേലൂയ, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചോ, എനിക്ക് പാപക്ഷമ ലഭിച്ചോ എന്നുള്ളതായി കുറ്റബോധം പലപ്പോഴും നമ്മളെ ബാധിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ, നാം കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ കടന്നു വരുമ്പോൾ, നാം പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മെ പരിപൂർണമായി നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്.
Hallelujah. Hallelujah. When you confess your sin in the presence of God, He completely forgive your sins. Hallelujah. Praise the Lord. You don't have to live with that thinking. Amen. Hallelujah. Whether that is gone or not. Hallelujah. You don't have to have the guilty feeling of that sinful nature. Praise the Lord. Hallelujah. Just remove it because God has forgiven you. Because the God one who had the authority is the man. He is the one who forgave our sins. ആ കർത്താവാണ് നമ്മുടേതായ പാപങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവോട് പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ പാപത്തെ ക്ഷമിക്കുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവ്. അടുത്തത് അഞ്ചാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ദിസ് അതോറിറ്റി ഹല്ലേലൂയ given to Jesus disciples. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ അധികാരം കർത്താവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കണം, ദൈവമായ കർത്താവ് ഈ അധികാരത്തെയൊക്കെ ആർക്ക് തന്നിട്ടുണ്ട്? തൻ്റെ ശിഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ? ഇത് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? ഇതെങ്ങനെയാണ് പറ്റുന്നേ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഹല്ലേലൂയ അനന്തരം അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. Jesus called his 12 disciples to him and gave them authority to drive out impure spirit and to heal every disease and sickness. Praise the Lord. Hallelujah. ഇതാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. Hallelujah. അടുത്തത് നമ്മൾ when we come to the 28th chapter of Matthew, hallelujah, the Great Commission, hallelujah, 28th chapter, verses 18 and 20, the Great Commission where Jesus says, all authority in heaven and on earth has been given to me, therefore you go. Praise the Lord. So that means our God, He has imparted this same authority to His disciples. His disciples means, hallelujah, not only that 12 disciples, amen, hallelujah, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, amen, hallelujah, അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞതായ ആ കർത്താവ് തന്നെ അനുഗമിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെ ശിഷ്യരാക്കി. Praise the Lord. Hallelujah. If anyone wants to follow me, let him deny himself and take up his cross and follow me. That's what he said. And all those who rejected themselves and took the cross of Jesus Christ and followed Jesus Christ and made them his disciples. Praise the Lord. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും ആരാ? ഞാനും നിങ്ങളും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ആണോ? We are the followers of Jesus Christ. If so, God has given the same authority to you and me. Hallelujah. അവർ സാത്താനോട് യേശുവിൻ്റെ നമ്മുടെ സ്വന്തം അധികാരമല്ല, യേശു തന്ന അധികാരത്തോട് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ, യേശു തന്ന അധികാരത്തിൽ he have the authority to command. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? എത്ര പേർക്കത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ഹല്ലേലൂയ യേശുവിൻ്റെ നാമം എന്ന് പറയപ്പെടുമ്പോൾ, യേശുവിൻ്റെ അധികാരം എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ എനിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുകയാണ്. Praise the Lord. Hallelujah. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, നാം കടന്നു പോകുന്ന രോഗത്തിൻ്റെ മധ്യത്തിൽ, നമ്മെ അലട്ടുന്ന ഭാരങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പ്രശ്നത്തെ നോക്കിയിട്ട് യേശുവിൻ്റെ അധികാരമുള്ളതായ നാമത്തിൽ ഹല്ലേലൂയ അതിനെ ശാസിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് എൻ്റെ കുടുംബത്തിൽ അധികാരമില്ല. ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, ഞാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വകയാണ് എന്ന് പറഞ്ഞിട്ട്
ഹല്ലേലൂയ അത് അവൻ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ അധികാരത്തിന്റെ പരിധിയിൽ അവൻ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമേ, ഹല്ലേലൂയ അവൻ നമ്മെ അലട്ടുന്ന പ്രശ്നം ഹല്ലേലൂയ എത്ര വലുതാണെങ്കിലും, രോഗം എത്ര കാഠിന്യമുള്ളതാണെങ്കിലും, ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ളതായ നാമത്തിൽ അവൻ നമ്മളത് എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് അവൻ സദൃശവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ 18-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നമുക്ക് ഇന്ന് സൺഡേ സ്കൂളിലായിരിക്കും കേട്ടോ, അതോ അവൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളില്ലല്ലോ. അവൻ ഒന്ന് വായിക്കാമോ? ആമേൻ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. The tongue has the power of life and death, and those who love it will eat its fruit. അപ്പോൾ നമ്മൾ വാഗൊണ്ട് പറയുമ്പോൾ ഓർക്കണം, നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാതെ വാഗൊണ്ട് പറയും. ആവശ്യമില്ലാത്ത കാര്യം അല്ലേ? ആവശ്യമില്ലാതെ ഇതൊന്നും ശരിയാവത്തില്ലെന്ന്, ഇതൊന്നും ശരിയാവത്തില്ലെന്ന്. അവൻ നിത്യതയുടെ കാര്യം പറയുമ്പോഴും എത്ര പേരവിടെ ചെല്ലുമെന്ന് ആർക്കറിയാം അല്ലേ? സ്വർഗത്തിൽ പോകുന്ന കാര്യം പറയുമ്പോഴേ എത്ര പേര് അവിടെ ചെല്ലുമെന്ന് ആർക്കറിയാം? അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒരിക്കലും ഞാനിതെന്ന് ഇവിടെയും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയരുത്. നമ്മുടെ മിടുക്കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, ആണോ? We are not going to heaven not because of our own merit. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടെ മിടുക്കൊണ്ടല്ല. ആമേൻ. ഒരിക്കലും ഹല്ലേലൂയ അങ്ങനെ പറയരുത്. ഹല്ലേലൂയ. ആമേൻ. നമുക്കെതിരെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് ഹല്ലേലൂയ ഞാൻ അതിനെ അതിജീവിക്കും. I will overcome it. I will overcome, I will overcome, I will defeat it. Hallelujah. I will have the victory. I mean, when you see the problem, when you see the difficulty, when you see the opposition, when you go through the sickness, when you go through the agony, when you go through the problem, hallelujah. I mean, you have to say with your own words, you have to use your tongue. I mean, with my God, hallelujah, I will overcome it. Amen. Hallelujah. With my God, with the help of the Lord, hallelujah, I will overcome it. And he has given the authority. Hallelujah. അതുകൊണ്ട് മനസ്സെടുത്ത് hallelujah വാഗൊണ്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും hallelujah ആകാത്ത വാക്കുകൾ പറയരുത്. hallelujah നാവിന്റെ അറ്റത്ത് തന്നെ അവിടെ പറയുന്നത് hallelujah നാവിന്റെ അധികാരം hallelujah അതിന്റെ അധികാരത്തിൽ എന്തൊക്കെയാണുള്ളത്? ആമേൻ. മരണമുണ്ട്, ജീവനമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അധികാരം തന്നവൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ജീവനെ കുറിച്ച് സംസാരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അധികാരം, the one who gave you the authority, he is talking to you this morning. He talk about life, hallelujah, not about death. ഹല്ലേലൂയ. മരണത്തെ കുറിച്ചല്ല പറയേണ്ടത്, നല്ലത് നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയും. അധികാരമുള്ളവൻ പറയുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത് ചെന്ന് എക്സസൈസ് ചെയ്യൂ. പ്രൈസ് ദി ലോർഡ്. ഇത് പൽക്കാലം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് അധികാരമുള്ളവനായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊന്ന് എക്സസൈസ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമോ? ഒന്ന് എക്സസൈസ്, ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമോ? ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ശക്തി നൽകുവാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭയം മാറ്റുവാൻ, നിങ്ങളുടെ പാനിക് നിങ്ങളൊന്ന് അകറ്റുവാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. എഴുന്നേൽക്കുമ്പോൾ പറയുക, ഹല്ലേലൂയ, ഞാൻ ഇന്ന് ഐ എം നോട്ട് ഗോയിങ് ടു ലിവ് എ ഡിഫീറ്റഡ് ലൈഫ് ടുഡേ, ഐ എം ഗോയിങ് ടു ലിവ് എ വിക്ടോറിയസ് ലൈഫ് ടുഡേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗോഡ്, വിത്ത് ദി അതോറിറ്റി ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ജയകരമായ ജീവിതത്തെയാണ് നയിക്കുന്നത് എന്ന് ഓരോ ദിവസവും പറയുവാൻ തക്കവണ്ണം കഴിയുമോ? The God will help you.
The authority of God, the authority of Jesus will help you and support you. Hallelujah. ഇന്ന് രാത്രി പൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Hallelujah. ആമേൻ. ഈ അത്ഭുതകരമായ ഹല്ലേലൂയ അധികാരം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, ഈ ദൈവമായ കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ളത് സമയത്ത് ലെറ്റ്സ് വർഷിപ്പ് ഗോഡ് ത്രൂ അവർ ഇംഗ്ലീഷ് സോങ്സ്. പ്രൈസ് ദി ലോർഡ്.